അതെടുത്ത് താഴെ കൊണ്ടുവരാനാണ് പാട്. നല്ല പഴയ തടിയാ, ഭയങ്കര കനവും. അതൊന്നും എടുത്ത് താഴെ കൊണ്ടുവന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്തൊക്കെ വെക്കായിരുന്നു. ഈ വയ്യാത്ത കാലും വെച്ച് ഞാൻ എങ്ങനെ എടുക്കാനമ്മേ? അതിന് ദേവേട്ടൻ കയറുന്ന എന്തിനാ? അതന്നെ ഞാൻ കയറി എടുത്തോളാം. അതൊക്കെ കുട്ടനെ വലിയ പാടാ. നമുക്ക് ആരെങ്കിലും വിളിച്ചടിപ്പിക്കാം. എന്തിന് ഒരു തൊട്ടിലെടുക്കാൻ വേണ്ടി ആളെ വിളിക്കാനാ? അല്ലെങ്കിൽ നല്ല നീളമുള്ള തുമ്പികളുള്ള ഒരു ആനയെ വിളിച്ചോണ്ട് വരാം. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. എന്താ പോരെ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ എടുത്തേ. അയ്യോ പൊന്നുകൂട്ടാ, ഇപ്പൊ വേണ്ട. ഇത്രയും സമയമില്ലേ, നാളെ എടുക്കാം. സന്ധ്യക്ക് ഇനി ആ സ്റ്റോർ റൂമിൽ കയറണ്ട, നേരം വെളുത്തിട്ട് മതി. എന്നാ അങ്ങനെ ആവട്ടെ, നാളെ എടുക്കാം. ശരി. ഒരു സെക്കൻഡ്, എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാ. ഓ, ഐസ്ക്രീം കഴിക്കാൻ പോവായിരിക്കും അല്ലേ? ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. രണ്ടാൾക്കും രാത്രി പുറത്തിറങ്ങുന്ന വലിയ താല്പര്യം തോന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ല, നീ ഇതെങ്ങോട്ടാ? ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ, ഇവർക്ക് രണ്ടുപേർക്ക് രാത്രിയായി വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി ഓരോ കാര്യം പറഞ്ഞങ്ങ് പുറത്തോട്ട് പോകും. അതിവർക്ക് പണ്ടേ ഉള്ള ശീലമാണ്. രണ്ടും കൂടി ഒളിച്ച് കല്യാണം കഴിക്കുന്നതിന് മുൻപും ഇത് പതിവായിരുന്നു. അതൊന്നും ഇവിടെ നടക്കത്തില്ല ഏട്ടാ. ഈ വീട്ടിൽ നിന്ന് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ കൂടിയാ. അതെന്താ ചെറിയച്ച, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. ഓ, ഇവിടെ താമസിക്കുന്നു എന്ന് കരുതി ഞങ്ങൾ ആരുടെ അടിമകളൊന്നും അല്ലല്ലോ. കിരൺ വേണ്ട. ആഹാ, നിനക്ക് ഇത്രയ്ക്കൊക്കെ സംസാരിക്കാറിയല്ലേ? അയ്യോ, അല്ലെങ്കിലും നന്ദികേട് കാണിക്കാൻ ഇവരെ കഴിഞ്ഞ ആളുകളുണ്ട്. പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തുന്നേനാ ഇവര്. അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അവൻ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വരൂ. അതെ അതെ, കിരൺ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. രണ്ടുപേരുടെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ലയോ സോദി? ഇവറ്റകളുടെ സ്വഭാവം എനിക്ക് പണ്ടേ മനസ്സിലായതാ. എടി ദുർഗെ, അഷിമോൾക്ക് നല്ല കാലുവേദനയുണ്ട്. നീ പോയിട്ട് കാല് മുക്കി വെക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്ക. എന്താ, നിന്റെ കെട്ടിയവന്റെ അനുവാദം ഉണ്ടെങ്കിലേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളോ? പോയി എടുത്തു വെക്കടി അങ്ങോട്ട്. പിന്നെ വസുമതി വന്നിട്ടൊന്ന് വിശ്വമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അയ്യോ, നിങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ളതല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. സത്യം പറയാലോ, ഈ വീടിന്റെ ഐശ്വര്യ റാണിയാണ് നിങ്ങൾ അഷിമോള്. ഇപ്പെന്താ നമ്മുടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിന് അവളിലൂടെ ഒരു അനന്തരാവകാശം കിട്ടാൻ പോവാണ്. ഓ, എല്ലാ ഈശ്വര അനുഗ്രഹം, അല്ലാതെ എന്തു പറയാനാ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ മോളെ എവിടെ ചെന്ന് കയറിയാലും അവിടെ ഐശ്വര്യം വരൂ. അതങ്ങനെയാ. അത് പിന്നെ അങ്ങനല്ലേ വരൂ. അഷിതയുടെ സ്വഭാവ ഗുണത്തിന്റെ സർവ ക്രെഡിറ്റും ഈ നിൽക്കുന്ന വസുമതിക്ക് തന്നെയാ. അമ്മ നല്ല രീതിയിൽ വളർത്തിയതിന്റെ എല്ലാ ഗുണങ്ങളും അഷിതമൊക്കെയുണ്ട്. എന്താ മോളെ? അമ്മയുടെ വയറ്റില് കുഞ്ഞു വാവയൊന്നുമില്ല. ഇല്ല. ആഹാ, മോൾക്ക് കുഞ്ഞുവാവ വേണമെന്നാണോ ഈ പറയുന്നത്? അഷിയുടെ വയറ്റില് കുഞ്ഞുവാവേണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ അമ്മ? അതാ ഇപ്പൊ മോൾക്ക് ഇങ്ങനൊരു ആഗ്രഹം. ഒരു കൂടപ്പിറപ്പിനെ വേണമെന്ന് മോൾ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? ധോനി മോള് വലുതായി വരികയാണ്. ഇനി നിന്റെ ഭാഗത്തുനിന്ന് ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവണം പൂർണിമേ. നിനക്ക് സഞ്ജയ്ക്കിടയില് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വഴക്കും പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. സഞ്ജയ് നല്ലവനാ. അവൻ ഇപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മ വേണ്ട, അടച്ച പുസ്തകമൊന്നും ഇനി തുറക്കാതിരിക്കുന്നതാ നല്ലത്. എന്തിനാ മോളെ ഈ വാശി? ധോനി മോളെ കുറിച്ച് ഓർത്തെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? എന്താ മോളെ, എന്തു പറ്റി? അമ്മ, എന്റെ കാല് പൊള്ളി. അയ്യോ, എന്തൊരു ചൂടാടി. നിന്നോട് വെള്ളം ചൂടാക്കൊണ്ട് വരാൻ പറഞ്ഞ വെള്ളം തിളപ്പിച്ചാണോ കൊണ്ടുവരുന്നേ? ഇവള്
അവള് മനഃപൂർവ്വം ചെയ്തതാ. അധികം ചൂടൊന്നും ഇല്ലല്ലോ. അത് നിനക്ക്. കാണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയുള്ളവർക്ക് ചൂടൊന്നും ഏൽക്കില്ല. എന്റെ മോൾക്ക് അങ്ങനെയല്ല. ശ്ശോ, എന്റെ കുഞ്ഞിന്റെ കാല് പൊള്ളി. നിക്കടി അവിടെ. എങ്ങോട്ടാ നീ ഓടിപ്പോകുന്നേ? അടുക്കളയില് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. അയ്യോ, അത് പിന്നെ ചെന്ന് എടുത്തു വെച്ചാ മതി. ധൃതി വെച്ച് ചെല്ലാൻ പാത്രങ്ങൾ എങ്ങോട്ട് ഓടിപ്പോകത്തൊന്നുമില്ല. അക്ഷിതയ്ക്ക് കാലിന് വേദനയാ. അവിടെ ഇരുന്ന് തിരുമ്മി കൊടുക്കും. എന്തൊരു വേദന ഈ കാലിന്. ആ വേഗം ആവട്ടെ, വേഗം ചെയ്യങ്ങോട്ട്. ആ